വർക്ക് ചെയ്യണം തീരുമാനിച്ചിട്ട് അത് നാളേക്ക് നീട്ടി വെക്കുന്ന എന്നെപ്പോലെയുള്ള കുഴിയും മടിയന്മാർക്കുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നീട്ടി വെച്ച് ഓണം ഇങ്ങ് എത്തി. ഇനി 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ ഓണമായി. നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനും അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യാനൊന്നും ഇനി സമയമില്ല. അപ്പോൾ ഇനി പുതിയ സാരി വാങ്ങേണ്ടി വരുമോ എന്നോർത്ത് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവർ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഇതിന് വേണ്ടത് ഇതുപോലത്തെ ബ്ലോക്സുകളാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. പ്രിൻറ്റിംഗ് ബ്ലോക്സ് എന്നാണ് ഇതിന് പറയുക. ഒരുപാട് ഡിസൈൻസിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോഴാണ് ഇത് പൊട്ടിച്ച് നോക്കുന്നത്. ഈ കാണുന്നത് ആനയുടെ ഡിസൈനാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മൾ ബോർഡറിന് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതുണ്ടോ, ഈ ഒരു വുഡ് ബ്ലോക്കിൻ്റെ മേലെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഒരു വുഡിൻ്റെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പേസ്ലി ഡിസൈനാണ്. പിന്നെ ഇത് ഒരു മയിലിൻ്റെ ഡിസൈനാണ് കേട്ടോ. പിന്നെ ഒരു ഫിഷിൻ്റെ ഡിസൈൻ. അങ്ങനെ ഒരു 5 എണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരു സമയത്ത് ഇതിപ്പോൾ എങ്ങനെയാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് മേടിക്കാമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ തൊട്ടടുത്തുള്ള ബട്ടൺ ഹൗസില്ലേ, ത്രെഡ് ഹൗസ്, നിങ്ങൾ എന്താ പറയുന്നറിയില്ല, അവിടെ ചെന്നാൽ ഇത് വാങ്ങാൻ പറ്റുമോ കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ആക്രിലിക് കളറാണ് കേട്ടോ. ആക്രിലിക് കളർ എടുക്കാം, ഇല്ലെങ്കിൽ ഫാബ്രിക് കളർ എടുക്കാം, ഏതാണെങ്കിലും പ്രശ്നമില്ല. ഞാൻ ഫെവിക്രിൽ ബ്രാൻഡിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്താൽ മതി. ഞാനൊരു ഗ്രീനും ഒരു ബ്ലൂവും ആണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മൊത്തമായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഇതുപോലത്തെ ഒരു പ്ലേറ്റോ ഇല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ടായിട്ടുള്ള ഒന്ന് എടുക്കുക. അത് കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ട കളറുകൾ ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക. പിന്നെ കളറ് ഒന്ന് ബ്ലോക്കിൻ്റെ മേലെ തേക്കാൻ വേണ്ടിയിട്ടൊരു ബ്രഷ് വേണം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തേക്കുന്ന വുഡൻ ബ്ലോക്കാണ് കേട്ടോ. ആദ്യം നമ്മൾ മെയിൻ ഫാബ്രിക്കിലേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു വേസ്റ്റ് പീസ് എടുത്തിട്ട് അതിനകത്ത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേ കറക്റ്റായിട്ട് പ്രിൻറ്റ് വരുന്നുണ്ടോ, എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ മെയിൻ ഫാബ്രിക്കിലേക്ക് ചെയ്ത് കളർ ശരിക്കും പിടിക്കുന്നില്ലെങ്കിൽ അത് വേസ്റ്റായി പോകും കേട്ടോ. ആദ്യം ട്രയലായിട്ട് ഞാൻ ഗ്രീൻ കളർ ഇട്ടിട്ട് ചെയ്ത് നോക്കി കേട്ടോ. പക്ഷെ അത് ശരിയായിട്ട് വന്നില്ല. അപ്പം ഞാൻ ആ പെയിൻറ്റ് മാറ്റിയിട്ട് ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കയ്യിൽ ഉള്ള ആ പ്ലേറ്റിലേക്ക് കളർ ഒഴിച്ചിട്ട് നമ്മൾ സ്പോഞ്ച് എടുത്തിട്ടില്ലേ, ആ സ്പോഞ്ച് വെച്ച് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈവണായിട്ട് വരാൻ വേണ്ടിയിട്ടാണേ. ഒരു വേസ്റ്റ് ഫാബ്രിക്കിൽ ചെയ്തിട്ട് കറക്റ്റായിട്ട് വന്നാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ സാരിയിലേക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ അടിയിലൊരു പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലെ വേണം സാരി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ടേബിളിൻ്റെ മേലെ മുഴുവൻ ഈ പെയിൻറ്റ് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ആദ്യം ഒരു പേപ്പർ താഴെ വിരിക്കുക. ഏത് പേപ്പറാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ സാരിയുടെ പല്ലു ഭാഗം, മുന്താണിയുടെ ഭാഗമാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പ്രിൻറ്റിങ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് സ്പോഞ്ചിൽ ഇതുപോലെ തന്നെ പെയിൻറ്റ് തട്ടിയെടുക്കുക കേട്ടോ. നന്നായിട്ട് അത് സ്പോഞ്ചിലേക്ക് ആവണം. എന്നിട്ട് നമ്മൾ ബ്ലോക്ക് എടുക്കുക. ബ്ലോക്കിൻ്റെ മേലെ സ്പോഞ്ച് വെച്ചിട്ടാണ് കളറാക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ അല്ലാണ്ട് ബ്രഷ് വെച്ചിട്ടാക്കി കൊടുത്തു, പക്ഷെ അത് ഈവനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഫസ്റ്റത്തെ ഗ്രീൻ കളറ് ശരിയാവാത്തത്. അതുകൊണ്ട് ഞാൻ സ്പോഞ്ച് വെച്ചാക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ സ്പോഞ്ചിൽ പെയിൻറ്റ് എടുക്കുക, കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും തട്ടുക. എന്നിട്ട് നമുക്ക് വേണ്ട ഭാഗത്ത് ബ്ലോക്ക് വെക്കുക കേട്ടോ. ബ്ലോക്ക് വെക്കുന്ന സമയത്ത് നീങ്ങി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് അമർത്തുക, നന്നായിട്ട് അമർത്തി കൊടുക്കുക, എന്നിട്ട് എടുക്കുക. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ പ്രിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മൾട്ടി ഷെയ്ഡായിട്ടും ഡബിൾ ഷെയ്ഡായിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പം ഗോൾഡൻ കളറായിട്ടും ഒക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ പല്ലു പോർഷനിൽ 2 ലെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഓൾ ഓവർ ബോഡിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് പ്രിൻറ്റ് കൊടുക്കാം. പ്രിൻറ്റിങ് ആയതുകൊണ്ട്, ഇത് കുഞ്ഞതായതുകൊണ്ടും പെട്ടെന്ന് തന്നെ വർക്ക് കഴിയും. ഇത് ഡ്രൈ ആവാനൊന്നും ഒരുപാട് ടൈം എടുക്കാറില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഡ്രൈ ആകുന്നതാണേ. പ്രിൻറ്റിങ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് അയൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സാരി ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.